17 ആണ്ട് പഠിപ്പിച്ചു. ഒരു മാസമെങ്കിലും ശമ്പളം വാങ്ങാൻ ആഗ്രഹിച്ചു. പക്ഷേ കണ്ണൂർ പറശ്ശിനിക്കടവിലെ ബാലസുബ്രഹ്മണ്യൻ മാഷിന് അത് സാധിച്ചില്ല. ഇപ്പോൾ ഒരു മാസത്തെയെങ്കിലും ശമ്പളം പെൻഷനായി കൈപ്പറ്റാൻ നീതി തേടി അലയുകയാണ് ഈ മുൻ അധ്യാപകൻ. റിപ്പോർട്ടോടെ ടോക്കൺ സമാപിക്കുന്നു. നമസ്കാരം. കരിവള്ളൂർ മാന്യഗുരു UP സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായിരുന്നു ബാലസുബ്രഹ്മണ്യൻ മാഷ്. 17 വർഷക്കാലം കുട്ടികളെ ചിത്രരചനയിലേക്ക് അടുപ്പിച്ച മാഷിന്റെ ജീവിതത്തിന് പക്ഷേ നിറങ്ങളില്ല. കുടുംബത്തെ പോറ്റാൻ പെയിന്റിംഗ് ജോലിക്ക് പോവുകയാണിപ്പോൾ ഈ മുൻ അധ്യാപകൻ. പഠിപ്പിച്ച കാലമത്രയും ജോലിക്ക് ശമ്പളം കിട്ടിയില്ല. സാങ്കേതികത്വത്തിന്റെ പേരിൽ സർക്കാർ ശമ്പളം നിഷേധിക്കുകയായിരുന്നു. ഒട്ടേറെ കുട്ടികൾക്ക് വരയുടെ ബാലപാഠം പഠിപ്പിച്ച മാഷിന്റെ തലവര പക്ഷേ ഇങ്ങനെയായി. കഴിഞ്ഞ മാർച്ചിൽ വിരമിച്ചതിന് ശേഷം പെൻഷൻ വാങ്ങിക്കാനായി മാഷ് നീതിയുടെ വഴി തേടി. ഹൈക്കോടതി അനുകൂലമായി വിധിയും എഴുതി. പക്ഷേ വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോയത് മാഷിന് വീണ്ടും തിരിച്ചടിയായി. ഇത് ഗവൺമെന്റ് ചെയ്യാത്തതുകൊണ്ട് കേസിന് പോയി. കേസിനൊക്കെ ഇതുവരെ എല്ലാം കൊടുക്കാമെന്നുള്ള ഓർഡർ വന്നിട്ടാകുമ്പം ഗവൺമെന്റ്, ഞാൻ സിംഗിളായിട്ടാണ് കേസ് പോയിന്, ഗവൺമെന്റ് അതിന് അപ്പീൽ പോയി. ജീവിത സമ്പാദ്യങ്ങളൊന്നുമില്ലാത്ത മാഷിപ്പോഴും ബന്ധുവീട്ടിലാണ് താമസം. നിറംകെട്ട ജീവിതകഥ പാതി നിർത്തി മാഷിന് സർക്കാരിനോട് പറയാനുള്ളത് ഇത്രമാത്രം. എന്റെ ദയനീയാവസ്ഥ എല്ലാവരും കണ്ടതാണ്, കേട്ടതാണ്, ഈ ലോകം മുഴുവൻ അറിയുന്നതാണ്. അതുകൊണ്ട് അത് സർക്കാർ പരിഗണിച്ച് അപ്പീൽ പിൻവലിച്ചിട്ട് എന്റെ ശമ്പളം ശരിയാക്കി തരണമെന്ന് എനിക്കൊരു അപേക്ഷ. ശ്യാം കെ വാര്യർ, അമൃത ന്യൂസ്, കണ്ണൂർ. മാതാപിതാ ഗുരു ദൈവം. ഗുരുവിനെ ദൈവത്തിന് മുകളിൽ സ്ഥാപിച്ച ഒരു സമൂഹത്തിൽ നിന്നാണ് ഇത്തരം കഥകൾ കേൾക്കുന്നത്. ശമ്പളമില്ലാത്ത അധ്യാപകൻ കല്ല് ചുമക്കുന്നു. പെൻഷൻ കിട്ടാതെ വലയുന്ന അധ്യാപകൻ പെയിന്റടിപ്പണിക്ക് പോകുന്നു. ഗുരുവിനെ മാനിക്കാത്തവർക്ക് നല്ല ഗുരുക്കളെ കിട്ടില്ല. നല്ല ഗുരുവില്ലെങ്കിൽ നല്ല വിദ്യാർത്ഥി ഉണ്ടാകില്ല. നല്ല വിദ്യാഭ്യാസവും ഉണ്ടാകില്ല. പട്ടിണി കിടക്കുന്ന അധ്യാപകൻ ഒരു വ്യവസ്ഥിതിയുടെ പരിതാപകരമായ അവസ്ഥയുടെ പ്രതീകമത്രേ. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു